എപ്പോഴും ശാന്തി. ഇന്നലെ ക്ഷമേൻ്റെ കാര്യം ഞാൻ റെയിൽവേ സ്റ്റേഷനിൽ നിന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. എത്രത്തോളം വോയിസ് കറക്റ്റായിട്ട് ആളുകൾ കേട്ടോന്ന് അറിയില്ല. നല്ല ക്ഷമയോടെ ട്രെയിൻ കയറാൻ കാത്തുന്നത് ഞാൻ മാത്രമല്ല, ഒരു സംഖ്യ ആൾക്കാർ. പൊന്നാരെ, ആ ട്രെയിനിൽ കയറിപ്പറ്റാൻ പെട്ട പാട് ചില്ലരൊന്നുമല്ല. എനിക്കാണെങ്കിൽ ഇഷ്ടംപോലെ സമയം ഉണ്ടായിരുന്നു, വേണമെങ്കിൽ വേറെ ട്രെയിനിന് വന്നാലും മതിയായിരുന്നു. പിന്നെ എന്തോ ഒരു ഭാഗ്യത്തിന് അതിന് കയറാൻ പറ്റിയോണ്ട് കയറിയതാട്ടാ. കയറി കൂടിയപ്പോൾ സത്യം പറഞ്ഞാല് പറ്റതള്ള സഹിക്കില്ല. അമ്മാതിരി തിരക്ക് എന്ന് പറഞ്ഞാൽ നല്ല തിരക്ക്. അതിലാണെങ്കിലോ ജനറൽ കമ്പാർട്ട്മെന്റ് നിരവധി ഉണ്ട്. എറണാകുളത്തേക്ക് പോകുന്ന ട്രെയിനാണ്, കണ്ണൂർ ടു എറണാകുളം. ഭയങ്കര തിരക്ക്. അതിപ്പോ ഈ വെക്കേഷൻ കഴിഞ്ഞതും ഞായറാഴ്ചയൊക്കെ കൂടെ അല്ല ഇപ്പൊ എറണാകുളം, തൃശ്ശൂര് ആ ഭാഗത്തുള്ള ഒരുവിധ ആളുകളും കുറഞ്ഞ പൈസയല്ലേ ഉള്ളൂ ട്രെയിനിന്. അങ്ങനെ കയറി കൂടിയിട്ട് എല്ലാവരും ഉണ്ട് കേട്ടോ, ഒരുപാട് ജനങ്ങൾ, സ്ത്രീകളും പുരുഷന്മാരും പല ഐറ്റം ജനങ്ങളുണ്ടായിരുന്നാല്. നമ്മൾ ആ വാതിൽക്കൽ നിന്ന് പിന്നെ ഞാൻ 1 മണിക്കൂറിന്റെ യാത്രയല്ലേ ഉള്ളൂ എന്ന് കരുതി കഷ്ടപ്പെട്ട് കയറിയതാണ്. അല്ലെങ്കിൽ ചെറിയ ബാഗിൽ അധികം സാധനമൊന്നും ഉണ്ടായിരുന്നില്ല, ഒരു കോലക്കോയിൽ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ, ഓടക്കോയിൽ. അങ്ങനെ അതിൽ കയറി നല്ല കഷ്ടപ്പെട്ട് ദുരിതം അനുഭവിച്ച് ആണെങ്കിലും തിരൂരെത്തിയിട്ടാ. അപ്പൊ ഞാൻ ക്ഷമേന്റെ കാര്യം പറഞ്ഞു. ആ ക്ഷമയോടെ അതിൽ നിന്നുകൊണ്ട് വേഗം എത്തി. തിരൂരെത്തിയിട്ടായിട്ട് ഇറങ്ങി അവിടെ തന്നെ ഇരുന്ന് കുറച്ചു നേരം. കാരണം അത്രയും നേരം നിൽക്കില്ല തന്നെ, ഒരു 3/4 മണിക്കൂർ ആ ട്രെയിനിൽ അങ്ങനെ തിങ്ങി നെരുങ്ങി നിൽക്കായിരുന്നു. ഇച്ചിരി കഷ്ടപ്പാട് എടുത്തെന്ന് വെച്ചിട്ട് എന്താ കുഴപ്പം? അതാണ് ക്ഷമ എന്ന് പറഞ്ഞാൽ. ചില സമയത്ത് കുറച്ച് കഷ്ടപ്പാട് സഹിക്കേണ്ടി വരും. ഏതോ ജന്മത്തിൽ ചെയ്തു വെച്ച പാപം അത്രേ കണക്ക് കൂട്ടണ്ടുള്ളൂ. പിന്നെ ഇത്രയും ജനങ്ങളുടെ കൂടെ തന്നെ വേണം നമുക്ക് അന്ത്യം വരെയും പോവാൻ. അപ്പൊ അവരുടെയൊക്കെ കൂടെ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാല് അഡ്ജസ്റ്റ് ആവുന്നുണ്ട്. ഇത് കുറേ കാര്യങ്ങൾ നോക്കണം. അപ്പൊ നമ്മള് ബ്രഹ്മകുമാരീസ് അതിലൂടെ പഠിക്കുന്ന ഈ യോഗത്തില് ഗുണങ്ങളും ശക്തികളും തന്നെ പല വിധത്തിലുള്ള ശക്തികളുമാണ്. അതിലൊരു ശക്തി ഒന്നും സ്പെഷ്യലൈസ് പരീക്ഷ ഒന്നും ഉണ്ടാവില്ല. ഓരോ പരീക്ഷയിലും അതിൽ തന്നെ അനവധി ടെസ്റ്റുകൾ പലതും ഉണ്ടായിരിക്കും. അങ്ങനെയാണ് അതിന്റെ സംഭവം. പിന്നെ ഇതിപ്പോ ഒരു ബ്രഹ്മകുമാരിയോ അല്ല കുമാരനോ ആണെന്നുണ്ടെങ്കിൽ അവര് കയറൂല. കാരണം നമുക്ക് തന്നെ നമ്മുടെ സറണ്ടർ ആയിട്ടുള്ളൊരു സിസ്റ്റർ പറഞ്ഞിട്ടുള്ള സംഭവമാണ്. പണ്ട് ഇതേപോലെ ഒരു ചെറിയ യാത്രേന്റെ ഇടയിൽ ഈ ഒരു തിരക്ക് അബൂറോട്ടിന്ന് അവർക്ക് ബിക്കാനീർ വരെ പോണ സമയത്ത് ഇതേപോലെ 1 മണിക്കൂറോ അങ്ങനെ എന്തോ ഒരു തിരക്കുണ്ടായതിന്റെ ശേഷം അവരപ്പ കൊള്ളി മുറിച്ചിട്ടാണ് അത്ര, ഇനി ഞങ്ങൾ റിസർവേഷൻ ഇല്ലെങ്കിൽ ബാബയുടെ വീട്ടില് അങ്ങോട്ട് വരില്ല എന്ന് മധുബനിലേക്ക് എന്നോട് പറഞ്ഞ കേട്ടോ. ആളെന്ന് ഞാൻ പറയുന്നില്ല. അതിനുശേഷം പിന്നെ അവർക്ക് സൗകര്യങ്ങളായി. കാരണം സങ്കല്പമാണ്. അപ്പൊ നമ്മളും, എന്നെ സംബന്ധിച്ച് ഞാൻ ഈ തിരക്കിൽ കയറില്ല എന്ന് ഞാൻ അങ്ങോട്ട് പ്രോമിസ് ചെയ്ത് കഴിഞ്ഞാൽ ഞാൻ കയറൊന്നുമില്ല. പക്ഷെ നമ്മൾ ചില സാഹചര്യങ്ങൾ വരുമ്പോൾ അതിൽ അഡ്ജസ്റ്റ് ചെയ്ത് പോകണം. അത് നമ്മുടെ ക്ഷമയുടെ പവറാണ്. ഇപ്പോ ബ്രഹ്മകുമാരീസിന്റെ ആളുകൾക്ക് എന്താണ്, പല ജനങ്ങൾ അധ്വാനിച്ചിട്ട് അവിടെ ഭണ്ഡാരിയിൽ കൊണ്ടുവന്നിടുന്ന പൈസ എൻ്റെ കയ്യിൽ നിന്ന് ഉണ്ടാവില്ല. എന്നാലും അങ്ങനെ വരുന്ന കോടിക്കണക്കിന് ഉറുപ്പ്യ, ലക്ഷക്കണക്കിന് ഉറുപ്പ്യ അതിങ്ങനെ ഓരോരുത്തർക്ക് കിട്ടുന്നുണ്ട്. കാറ് വിളിച്ച് പോവാ, സ്വന്തം കാറിൽ പോവാ. ഏത് ബാക്കിയുള്ളവർ ജനങ്ങളുടെ അവരധ്വാനിച്ച പൈസ ഒന്നും അല്ലാട്ടോ. പിന്നെ അത് മാത്രല്ല, അത് കൂടാതെ അവര് മറ്റേ പല ബിസിനസ് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടല്ലോ. ബ്രഹ്മകുമാരീസ് പാലക്കാട് സോണലൊക്കെ പല ബിസിനസ് സ്റ്റാർട്ട് ചെയ്തതുകൊണ്ട് ഈ മറ്റേ ആയുർവേദ ബിസിനസിന്റെ ലാഭം. ഇനി അത് കൂടാതെ വേറെ കുറെ പരിപാടികൾ സ്റ്റാർട്ട് ചെയ്ത് പച്ചക്കറി കൃഷി, അത് ഇത് കണ്ടമാനം വിഷം ചേർത്ത പച്ചക്കറി കൃഷി. അതാണ് രസം. വിഷം ചേർക്കാത്തയാണെങ്കിൽ നമുക്കത് സത്യത്തിലേക്കുള്ളതാണെന്നെങ്കിൽ വിചാരിക്കുന്നു. ഏക്കർ കണക്കിന് സ്ഥലങ്ങൾ പലരും ഈ ബ്രഹ്മകുമാരീസിന് ഇപ്പൊ എന്ത് ചെയ്യാണ്, എഴുതിക്കൊണ്ടിരിക്കുകയാണ്. ആ സമയത്ത് അതിലും വിഷം ചേർത്തിട്ടാണ്. മോശം പറയല്ല, അത് അവരുടെ പാർട്ട്. പക്ഷെ അവിടെയൊക്കെ ക്ലിയർ ആവണം. അവിടെ ഒന്നും ക്ലിയർ ആവാതെ സത്യയുഗം വരില്ല എന്നല്ല, സത്യയുഗം വരുമ്പോ അതൊന്നും എടുക്കൂല. ഈ വിഷം ചേർത്തതും കളവ് ചേർത്തതുമായ സാധനങ്ങളൊന്നും സത്യത്തിലേക്ക് വേണ്ട ബാബയ്ക്ക്. ബാബ സൃഷ്ടിക്കുന്നതാണ് സത്യയുഗം. അതിൽ നമ്മൾ ഓരോരുത്തരും അതിന്റെ പാർട്ടിധാരികളാണ്. പക്ഷെ അവിടെ സത്യമാണ് വേണ്ടത്, ശുദ്ധമാണ് വേണ്ടത്, പവിത്രമാണ് വേണ്ടത്. ഇത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാല് സത്യം പറഞ്ഞാൽ 9:30 പവിത്രതയുടെ വൈബ്രേഷൻ എടുക്കും, 7 മണിക്ക് ജ്ഞാനത്തിന്റെ വൈബ്രേഷൻ എടുക്കും, 10 മണിക്ക് ശാന്തിയുടെ വൈബ്രേഷൻ എടുക്കും. സങ്കല്പത്തിലൂടെ. ഇത് സങ്കല്പത്തിലൂടെ എടുക്കുകയാണെങ്കിൽ അത് പ്രാക്ടിക്കലായിട്ട് അനുഭവിക്കാൻ പറ്റും.
പ്രാക്ടിക്കലായിട്ട് അനുഭവിക്കാൻ പറ്റും. അതെന്താണ് ഏതാണെന്ന് ലൗകികത്തിലൂടെ ആദ്യം കാര്യം മനസ്സിലാക്കണം. എന്താണ് സത്യത, എന്താണ് പവിത്രത, എന്താണ് ജ്ഞാനം, എന്താണ് ശാന്തി, എന്താണ് ശക്തി, എന്താണ് ആനന്ദം, എന്താണ് സുഖം, എന്താണ് സ്നേഹം. ഇത്രയും കാര്യങ്ങളൊക്കെ അറിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ ഇതിന്റെ പിന്നിലാണ് ബാക്കിയൊക്കെ. ഈ 7 ഗുണങ്ങളാണ് ആത്മാവിലുള്ളത്. 3 സൂക്ഷ്മ ഇന്ദ്രിയങ്ങളാണ് ആത്മാവിലുള്ളത്. പിന്നെ ഈ 7 ഗുണങ്ങളാണ് ആത്മാവിലുള്ളത്. ഇതിന്റെ ക്ലാസിഫിക്കേഷനാണ് ഈ 36 ദിവ്യ ഗുണങ്ങൾ. 7 ശാശ്വതമായിട്ടുള്ള 7 ഗുണങ്ങളുടെ ക്ലാസിഫിക്കേഷൻസ് ആണ് 36 ദിവ്യ ഗുണങ്ങൾ. ഇതിൽ ഉള്ള ഈ ഗുണങ്ങളിലുള്ളത് തന്നെയാണ് ഇത് ശക്തി. ഈ ശക്തിൻ്റെതാണ് അഷ്ടശക്തികൾ. 8. അങ്ങനെ ഇതിലുള്ളൊരു ഗുണമാണ് പവിത്രത. ഈ പവിത്രതയിലുള്ളതാണ് സത്യത, ശുദ്ധത, ശുദ്ധ അന്നം, അത് ഇങ്ങനെയുള്ള കുറേ ക്ലാസിഫിക്കേഷൻസ് അതിലുള്ളതാണ്. അങ്ങനെ ഓരോന്നിനും ഓരോ ക്ലാസിഫിക്കേഷനായിട്ട് പോയിക്കൊണ്ടേയിരിക്കുകയാണ്. ഇതിന്റെ ഫുൾ ക്ലാസ്സുകളും നമുക്ക് മുന്നെടുത്ത് പുസ്തകങ്ങളൊക്കെ ആക്കി വെച്ച് ഇതൊക്കെ എന്ത് ചെയ്ത് ഈ ബ്രഹ്മകുമാരീസ് അതവിടെ അടച്ചു വെച്ച് ബാൻ ചെയ്ത് വെച്ച്. ഇപ്പം മറ്റേ ഒരു കമന്റിൽ കണ്ടതുപോലെ തന്നെ പല പുസ്തകങ്ങളും പല ലെറ്ററുകളും ബ്രഹ്മബാബ ഉള്ളപ്പോൾ ഉള്ള സമയത്തുള്ള പല സംഭവങ്ങളും തന്നെ ബാൻ ചെയ്ത് വെച്ച് തന്നെയാണ്. കാരണം എന്താ, ഇവിടെ രസം എന്താന്ന് വെച്ചാൽ ശതോ പ്രധാനം, രജോ പ്രധാനം, തമോ പ്രധാനം ബ്രഹ്മകുമാരീസിലുണ്ട്. അപ്പൊ ഈ രജോ പ്രധാനത്തിലേക്ക് സതോ പ്രധാനം ആ സമയത്ത് വളരെ സത്യമായ കാര്യങ്ങൾ പക്കാ റിവീൽ ചെയ്തിട്ടുണ്ട്. ആവശ്യമുള്ളവർ അത് എടുത്തു പോയി. അവര് നല്ല കുടുംബത്തിൽ ജീവിക്കുന്നുണ്ട്, നല്ല കുടുംബത്തിൽ നന്നായി ജീവിക്കുന്നുണ്ട്, നല്ല കർമ്മം. പിന്നെന്താന്ന് വെച്ചാൽ കുറച്ച് കർമ്മകണക്കുകളൊക്കെ ഉള്ളതുകൊണ്ട് അവരങ്ങനെ 63 ജന്മത്തിലെ കർമ്മകണക്കാണ്. അതൊരു ജന്മം മതി തീർക്കാൻ, ഒരു സെക്കൻഡ് മതി. ആ സെക്കൻഡ് കൊണ്ടൊക്കെ അവർ തീർത്ത് കാണും. മുഴുവൻ തീർക്കൂലല്ലോ, കാരണം ഡ്രാമ അനുസരിച്ച് എല്ലാവരുടെ ഉള്ളിലും ഉണ്ടല്ലോ കറ. അപ്പൊ ഈ കറ എന്തെന്ന് വെച്ചാല് അവര് അടുത്ത ജന്മത്തിൽ തീർക്കാൻ വേണ്ടിയിട്ട് വരും. അത് ലാസ്റ്റ് ഒരു എന്തിനേറെ വരുന്നു, ലാസ്റ്റ് സോ ഫസ്റ്റ് എന്ന് പറഞ്ഞാൽ ലാസ്റ്റ് വന്നാലും നല്ല കുടുംബത്തിലൊക്കെ ജനിച്ച് പല പ്രയാസങ്ങളും കാര്യങ്ങളും ഒക്കെ അഭിമുഖീകരിച്ച് ലാസ്റ്റ് വന്ന് അവരെ സംബന്ധിച്ച് 1 മാസം മതിയാവും, ചിലപ്പോ 1 കൊല്ലം മതിയാവും. എന്ത് സമ്പൂർണ്ണമാണ്. നമ്മളിപ്പോൾ എത്ര കാലമായി, ഞാനിപ്പോൾ ഈ ബ്രഹ്മകുമാരീസിന്റെ കാര്യങ്ങളും അതിനെ റിസർച്ച് ചെയ്തുകൊണ്ട് ഞാനിപ്പോൾ 10-15 വർഷമായി. ഇനി നാളെയോ മറ്റന്നാളോ വരുന്ന ഏതെങ്കിലും ഒരു വ്യക്തിക്ക് ചിലപ്പോൾ 1 വർഷം മതിയായിരിക്കും, 1 വർഷം മതിയായിരിക്കും സമ്പൂർണ്ണമാവാൻ. കർമാതീത അവസ്ഥയിലെത്താൻ, ഇച്ഛാമാത്ര വിദ്യയിലെത്താൻ, സമ്പൂർണ്ണ ഫലിസ്ഥാവാൻ 1 വർഷം മതിയായിരിക്കും, ചിലപ്പോൾ 1 മാസം മതിയായിരിക്കും, ചിലപ്പോൾ 6 മാസം മതിയായിരിക്കും. അത് അവന് കൊടുക്കുന്ന സാധനത്തിന്റെ, അവനെടുക്കുന്ന സാധനത്തിന്റെ കണ്ടന്റ് പോലെ ഇരിക്കും. ഞാൻ പറയുന്നുണ്ട് കുറെ കാര്യങ്ങൾ, ഇനി വേറെയും ബ്രഹ്മകുമാരിസുകൾ കുറെ കാര്യങ്ങൾ പറയുന്നുണ്ട്, അഡ്വാൻസ്ഡ് നോളജിലൂടെ പല കാര്യങ്ങൾ പറയുന്നുണ്ട്. ഇതൊക്കെ യൂട്യൂബിൽ ഇങ്ങനെ കിടക്കല്ലേ, ഇതിപ്പോ നമുക്ക് എന്തെങ്കിലും മറക്കാൻ പറ്റുമോ? ഇത് വെച്ചിട്ട് യോഗം ചെയ്താൽ വളരെ കൃത്യമായിട്ട് ചെയ്യാലോ. നമ്മുടെ പാലക്കാട് സോണലിലുള്ളവർ പറയുന്നുണ്ട്, അതിലൊക്കെ നല്ല നല്ല കണ്ടന്റുകളുണ്ട്. അവർ പറയുന്നതിലും നല്ല കണ്ടന്റ് ഉണ്ട്. പ്രാക്ടിക്കലാക്കാൻ അവരെ കൊണ്ട് പറ്റണില്ല എന്ന് മാത്രം. പ്രാക്ടിക്കലാക്കാൻ അവരെ കൊണ്ട് പറ്റണില്ല. അതുകൊണ്ടാണ് ഞാൻ ഈ ബ്രഹ്മകുമാരീസിന്റെ സോണൽ തലത്തിൽ നിന്നും ചെറിയ ഉടക്കും കാര്യങ്ങളുമായിട്ട് അവിടെ നിന്ന് പോകുന്നത്. ഉടക്കല്ല, അവര് നമുക്ക് അവരതേ കൂടെ പോയി കഴിഞ്ഞാല് സത്യയുഗത്തിലേക്കുള്ള ഒരു പാർട്ട് ഉണ്ടാക്കാൻ എന്നെ കൊണ്ട് കഴിയില്ല. ആ സത്യയുഗത്തിലേക്കുള്ള പാർട്ട് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് എന്നെ കൊണ്ട് കഴിയില്ല എന്ന് മാത്രമല്ല, ത്രൈതായുഗത്തിന്റെ അവസാനത്തിലേക്കുള്ള ഒരു പാർട്ട് പോലും ഉണ്ടാക്കാൻ എന്നെ കൊണ്ട് കഴിയില്ല. ഞാനിവിടെ പുറത്ത് നിന്നിട്ട് സത്യത്തിലേക്ക് പാർട്ട് ഉണ്ടാക്കാൻ പറ്റിയില്ലെങ്കിൽ ത്രൈതായുഗത്തിന്റെ അവസാനത്തിലേക്ക് ഒരു പാർട്ടി ഉണ്ടാക്കണ്ടേ? അതവിടെ പുറത്തുനിന്ന് ഉണ്ടാക്കാൻ പറ്റുന്നത്. നന്നായിട്ട് കുടുംബം നോക്കിയാൽ മതി. നല്ല ക്ഷമയോടെ ജീവിതത്തിൽ നമുക്ക് വന്ന ഓരോ കാര്യങ്ങളും തരണം ചെയ്താൽ മതി. അപ്പൊ എനിക്ക് എന്തെല്ലാം പ്രയാസങ്ങളുണ്ട്. ഒരു 5 വർഷം മുന്നേ അച്ഛൻ ക്യാൻസറായി മരണപ്പെട്ടു. പിന്നെ ഇപ്പൊ ഒരു കേസ്, അതിന്റെ ശേഷം ഞാനായി പോയിട്ട് എടുത്തിട്ടുള്ള ഒരു കല്യാണം, ബ്രഹ്മകുമാരീസിന്റെ കല്യാണം കഴിക്കരുതെന്നോ കഴിക്കണ്ടെന്നോ നിർബന്ധമോ എവിടെയും പറയുന്നില്ല. ഞാനായി പോയിട്ട് എടുത്ത കല്യാണം കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ട് ഇതാ വലിയ അവതാളത്തിലായി കിടക്കും. പ്രയാസല്ലേ? പിന്നെ എൻ്റെ ജീവിതവുമായി ബന്ധപ്പെട്ട് മറ്റെന്തെല്ലാം പ്രയാസങ്ങൾ, അസുഖങ്ങൾ, കാര്യങ്ങൾ, ഇതിനൊക്കെ തരണം ചെയ്തിട്ട് ഞാൻ മുന്നോട്ട് പോണേ. ഇനി നാളെ മറ്റന്നാളോ വല്ല ആക്സിഡന്റൽ കേസുകൾ എന്തെല്ലാം അത് വരില്ല എന്ന് പറയാൻ പറ്റും. വരാം.
കർമ്മം, ചെയ്തു വെച്ച കർമ്മം ചിലപ്പോൾ പ്ലാസ്റ്റർ ഇട്ടിട്ടായിരിക്കാം, ചിലപ്പോൾ ക്യാൻസർ ആയിട്ട് ആയിരിക്കാം, ചിലപ്പോൾ മറ്റേതെങ്കിലും രൂപത്തിൽ എനിക്ക് വരില്ലേ, വരും. പക്ഷെ അതിന് ഞാൻ തരണം ചെയ്യണം ക്ഷമയോടെ. അപ്പൊ അതാ ഞാൻ പറഞ്ഞ ക്ഷമയോടെ എന്ന് പറഞ്ഞാല് ഇപ്പൊ എന്നെ സംബന്ധിച്ച് ഇപ്പൊ ആ ട്രെയിനിൽ അത്രയും തിരക്കുണ്ടെങ്കിൽ അതണ്ട് ഒഴിവാക്കിയിട്ട് വേറെ ബസ്സിന് വരാം, ഇല്ലെങ്കിൽ വേണം വണ്ടി വിളിച്ച് വരാം. വണ്ടി വിളിച്ചിട്ട് കോഴിക്കോട് നിന്ന് ഇങ്ങോട്ട് വരാനും വലിയ പ്രയാസമൊന്നുമില്ല. സ്വന്തമായിട്ടുള്ള കാറ് താൽക്കാലികമായിട്ട് വിറ്റിട്ടേ ഉള്ളൂ. ഒരു കാറ് വാങ്ങിക്കാനുള്ള സാമ്പത്തികം ഇല്ലായിട്ടൊന്നല്ല, വേണ്ടാന്ന് വെച്ചതാണ്. എന്താ കാരണം? ഞാനെന്താ ഒരു കാർ ഇപ്പൊ വേണ്ടാന്ന് വെക്കാൻ കാരണം, എനിക്കൊരാൾക്ക് വേണ്ടിയിട്ട് ഇപ്പൊ ഒരു കാറിന്റെ ആവശ്യമില്ലെന്ന് എനിക്ക് തോന്നിയതുകൊണ്ടാണ്. ഇപ്പൊ എനിക്ക് കാറ് കോഴിക്കോട് പോയി വരാൻ കാറ് കിട്ടാനായിട്ടാണ്. അളിയന്റെ അടുത്തില്ലേ കാറ്? എത്ര അളിയന്മാരുടെ അടുത്ത് കാറുണ്ട്? പെട്രോൾ അടിച്ചാൽ പോലെ 1500 രൂപയ്ക്ക് പെട്രോൾ അടിക്കേണ്ട കേസല്ലേ ഉള്ളൂ. പക്ഷെ ക്ഷമയോടെ നമുക്ക് കിട്ടുന്ന സമ്പത്തിനെ നന്നായി വിനിയോഗം ചെയ്ത് ഉപയോഗിച്ചാൽ അടുത്ത സ്റ്റെപ്പ് നമുക്ക് പല കാര്യങ്ങളും ചെയ്യാനുണ്ടെന്നേ, വരുന്നേ. എന്ന് കരുതി കാറ് വിളിച്ചിട്ട് ഒറ്റയ്ക്ക് പോകേണ്ട സാഹചര്യത്തിൽ പോകണ്ടെന്നല്ല കേട്ടാ. പോവും, ഞാൻ പോയിട്ടുണ്ടല്ലോ, ഗുരുവായൂർ പോയിട്ടുണ്ടല്ലോ, എവിടെ എല്ലാം പോയിട്ടുണ്ട്. അപ്പൊ ഞാൻ എൻ്റെ തന്നെ വീഡിയോയിൽ നിങ്ങൾ കണ്ടിട്ടില്ലേ ഞാൻ കാറായിട്ട് വെറുതെ കറങ്ങി അടിക്കുന്നതൊക്കെ. ഇനിയും പോവും. അത് നമ്മുടെ എന്താ പറയുക, നമ്മുടെ സാമ്പത്തിക സ്ഥിതിയും മറ്റു കാര്യങ്ങളും ഒക്കെ അനുകൂലമായിട്ട് ഇപ്പോഴത്തെ സാഹചര്യത്തിൽ കുറച്ച് എന്തായാലും പൊതു ജനങ്ങൾക്ക് തന്നെ സാമ്പത്തിക സ്ഥിതി വളരെ മോശമാണ്. എന്നാലും കുറച്ച് മോശം തന്നെ. സമ്പത്തില്ലാണ്ടല്ല, സാമ്പത്തിക സ്ഥിതി, ആ വരവ് കുറച്ച് മോശം. വരവ് ചില സമയത്ത് കൂടും, ചില സമയത്ത് കുറയും. അപ്പൊ അതിനനുസൃതമായിട്ട് വേണം ജീവിക്കാൻ. അത് നല്ല ക്ഷമയോടെ തന്നെ ജീവിക്കണം. അത് ഈ ബ്രഹ്മകുമാരീസിലും ചില സമയത്ത് കൂടും, ചില സമയത്ത് കുറയും. പിന്നെ ഇവിടെ കുറെ ചെറുപ്പക്കാരികളും പുതിയത് വന്നുകൊണ്ടേയിരിക്കുന്നുണ്ട്. അവർക്കും ഈ പറഞ്ഞ മാതിരി പുട്ടടിക്കുന്ന പരിപാടി പോലെയാണ് ഇപ്പോൾ അത് കാണുന്നത്. കാരണം അവിടെ ഇങ്ങനെ ഭണ്ഡാരിയിൽ ഫണ്ട് ഇങ്ങനെ വന്നുകൊണ്ടേയിരിക്കുന്നുണ്ട്. അതെടുത്ത് പുട്ടടിക്കുക. അതെന്തായാലും നല്ലതല്ല. അത് നല്ലതല്ലെന്ന് എനിക്ക് നല്ല പക്ക ബോധ്യമുള്ളതുകൊണ്ടാണ് ഞാൻ അതിനെയൊക്കെ വിമർശിച്ചത്. എൻ്റെ കയ്യിലുള്ള പൈസ, അതായത് ഇപ്പൊ ഞാൻ അധ്വാനിച്ച പൈസ, അത് 1000 ആയാലും ശരി, 1,00,000 ആയാലും ശരി, 1 കോടി ആയാലും ശരി, അത് ഞാൻ പുട്ടടിക്കുമ്പോൾ എൻ്റെ കാരണന്മാരായിട്ട് എനിക്ക് തന്നതാണെങ്കിലും ശരി, വെറുതെ കിട്ടില്ലല്ലോ. കാരണന്മാരുടെ അടുത്ത് നിന്ന് എനിക്ക് പൈസ വെറുതെ കിട്ടും. അത് നമുക്ക് അവകാശമുള്ളതുകൊണ്ടല്ലേ. അങ്ങനെയുള്ളത് ഞാൻ പുട്ടടിച്ചാൽ അതിന് വലിയ കണക്ക് വരില്ല. അതിന് വലിയ കണക്ക് വരും. കർമ്മക്കണക്ക് എന്ന് പറഞ്ഞാൽ ഭയങ്കര സംഭവമാണ്. പക്ഷെ ബ്രഹ്മകുമാരീസിൽ വന്നിട്ട് അതൊന്നും ഒരു ഉറപ്പെടുത്ത് അത് പുട്ടടിച്ചാല് ഇപ്പൊ ഞാൻ തന്നെയാണ് നോക്കിയ ബ്രഹ്മകുമാരീസിന്റെ ഒരു യാത്രയ്ക്ക് ഞാൻ അവരുടെ സേവനം കാര്യങ്ങളായിട്ട് മുന്നോട്ട് പോകവേ ഒരു അനാവശ്യമായിട്ടുള്ള ഒരു വലിയ ചെലവ് ഞാൻ തന്നെ വരുത്തിച്ചാൽ അതെനിക്ക് കണക്ക് വരും. ഞാൻ ചെയ്തു വെച്ചാൽ എനിക്ക് വരും. ഞാൻ ചെയ്തു വെച്ചിട്ടില്ല എന്ന് എനിക്ക് നല്ല പരിപൂർണമായ ബോധ്യമാണ്. കാരണം നമുക്കത് ആദ്യം അറിയണോണ്ട് നമ്മൾ അവിടേക്ക് എക്സ്ട്രാ ഇട്ടുകൊണ്ടേ ഇരിക്കുക ചെയ്യാറ്. ഇപ്പൊ ബാബയുടെ ഒരു സേവനം വരികയാണ്, എന്തെങ്കിലും ഒരു സാധനം വാങ്ങിക്കേണ്ടി വരും, ഞാൻ എന്ത് ചെയ്യാറ്, നമ്മുടെ കയ്യിലുള്ള പൈസ എടുത്തിട്ട് അത് നമ്മൾ അധ്വാനിച്ച കയ്യിൽ നമുക്ക് കിട്ടിയിട്ടുള്ളത്, അപ്പൊ അതിൽ സേവനമായി, കണക്ക് വരികയില്ല. ഇതുപോലെ തന്നെ നമ്മുടെ ജീവിതത്തിലും കുറേ സംഭവങ്ങൾ ചെയ്യുന്നുണ്ട്. നല്ല ക്ഷമയോടെ മുന്നോട്ട് പോകണോട്ടാ. ജീവിതം എന്ന് പറഞ്ഞാൽ വളരെ സാഹചര്യങ്ങൾ ഇനി അനുകൂലം എന്നുള്ളത് പ്രതികൂലമായിക്കൊണ്ടേയിരിക്കുകയാണ് കേട്ടോ. കാരണം ഗവൺമെന്റ് പൊട്ടും, പിന്നെ കാരണം ഇത് രാജാവിൻ്റെ അടുത്തേക്ക് പോണ സംഭവമാണ്. ഏത് രാജാവിൻ്റെ അടുത്തേക്ക്? സത്യയോഗി രാജാവിൻ്റെ അടുത്ത്. ഒറ്റയടിക്കാണ്ട് നേരെ കൃഷ്ണനെ പിടിച്ച് ലക്ഷ്മി നാരായണനാക്കൊന്നുമില്ല, ഒറ്റയടിക്കാക്കൊന്നുമില്ല. അതിന്റെ മുന്നേ കുറേ പ്രോസസ്സ് ഉണ്ട്. ഒരു കടന്നാ കുടുങ്ങി പ്രോസസ്സ് ഉണ്ട്. 9 ലക്ഷം പേരെ മാത്രമായിട്ട് നേരെ സത്യത്തിലേക്ക് ആരും അംഗീകരിക്കില്ല. കാരണം കോടിക്കണക്കിന് ജനങ്ങളോട് ഒരു ഭാഗത്തുണ്ട്. 9 ലക്ഷം പേർക്ക് മാത്രമേ സത്യയോഗത്തിൽ ജന്മം ആരംഭിച്ചുകൊണ്ട് എന്ന് പറഞ്ഞാൽ, അങ്ങനെ ഒരു സത്യയോഗത്തിന്റെ ഫസ്റ്റിൽ 9 ലക്ഷം പേരെ ഉണ്ടാവും. അങ്ങനെ ഓർക്കും. അതിൽ കുട്ടികളുണ്ടാവും. ഈ 9 ലക്ഷത്തിൽ ആദ്യം ചിന്തിക്കേണ്ടത് എന്താ വെച്ചാൽ അവിടെ കുട്ടികളുണ്ടാവും. അതേപോലെ തന്നെ ആ സമയത്ത് കുറച്ച് മുതിർന്ന, പിന്നെ അവിടെ അപ്പൂപ്പന്മാരുണ്ടാവില്ലല്ലോ, എല്ലാവർക്കും അറിയാലോ അവിടെ യുവാക്കളാണ് എല്ലാവരും, യൗവനാണ്. കൃഷ്ണൻ ഉണ്ടാവും, രാധ ഉണ്ടാവും, അവരുടെ ലക്ഷ്മി നാരായണ അവസ്ഥ ഉണ്ടാവും. അപ്പൊ അങ്ങനെയുള്ള കുറെ കാര്യങ്ങളും ഒക്കെ ആയിട്ട് ഇത് സ്റ്റാർട്ട് ചെയ്യുമ്പോൾ അതിന് മുന്നോടിയായിട്ട് കുറച്ച് കടന്നാൽ കുടുങ്ങി. അപ്പം ഇന്നലെ അതിങ്ങനെ ഇങ്ങനെ ആ ട്രെയിനിൽ ഇങ്ങനെ പോകുന്ന അവസ്ഥ ഞാൻ അങ്ങനെ ആലോചിക്കണം. കൽപ്പം ഇതേ നിർത്തം നിൽക്കണ്ടേ,
കാരണം കാല് വെക്കാൻ സ്ഥലമില്ല, കാലൊക്കെ വേറെ ഏതോ കാലിന്റെ മേലേക്കാണ് വെച്ചിട്ടുള്ളത്. കൈയൊന്നും ഉയർത്താൻ പറ്റണില്ല, ആകെ തിങ്ങി നിരങ്ങിയിട്ടാണ് നിന്നത്. കൽപ്പുള്ള പാർട്ടാണ്. ബ്രഹ്മകുമാരീസിലുള്ള ഒരാൾ ഇതൊന്നും ചെയ്യൂല. കാരണം അവര് സുഖം കണ്ടു. ഇപ്പൊ ഞാനും സുഖം കണ്ട വ്യക്തി തന്നെ, എനിക്കും കാറും ബംഗ്ലാവും കാര്യങ്ങളൊക്കെ ഉണ്ട്. പക്ഷെ ചില സാഹചര്യങ്ങൾ നമ്മൾ അനുകൂലമായി അതിനെ നമുക്ക് നമ്മുടെ രീതിയിലേക്ക് കൊണ്ടുവരണം. ആ സമയത്ത് ഞാൻ നന്നായിട്ട് ആസ്വദിച്ച് യാത്ര ചെയ്ത് കൊണ്ടുപോകുന്നു. അപ്പൊ ഇനിയും ഇതുപോലുള്ള, കാരണം ഇപ്പൊ എനിക്ക് ഇനിയും യാത്രകളുണ്ടാവും, ഇതുപോലുള്ള സാഹചര്യങ്ങൾ ഉണ്ടാവും. പക്ഷെ ആ സമയത്ത് ഇനി വീഡിയോ എടുക്കാൻ പറ്റില്ല. നോക്കട്ടെ, ഏതെങ്കിലും ഒരു സാഹചര്യത്തിൽ വീഡിയോ എടുക്കാനൊക്കെ പറ്റുകയാണെങ്കിൽ ഞാൻ എടുത്തിട്ട് പോസ്റ്റ് ചെയ്യും. അതിനെ പറ്റി അനുകൂലമായിട്ടുള്ള ഒരു ടീമും കൂടെ വേണം. അപ്പൊ നമ്മൾ അറിയുന്ന ഒരു 2-3 ആളുകളൊക്കെ ഉണ്ടെങ്കിൽ ഒരുമിച്ചൊക്കെ അങ്ങനെ വീഡിയോ ഒക്കെ എടുക്കാം. ബാക്കി ഫുൾ അപരിചിതരായിട്ട് ഇടയിൽ ഈ ദിക്കി നിരക്കി നിൽക്കുമ്പോൾ നമുക്ക് വീഡിയോ എടുക്കാൻ പറ്റില്ല. നോക്കട്ടെ, അങ്ങനത്തെ ഒരു സാഹചര്യം വരികയാണെങ്കിൽ ഞാൻ വീഡിയോയുമായിട്ട് അങ്ങനെ തിരക്കിലും വരുന്നതായിരിക്കും. ട്രിപ്പിൾ ഓം ശാന്തി.